ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ സുവിശേഷ യോഗത്തിൻ്റെ ഒന്നാം രാത്രിയിലേക്ക് വലിയവനായ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന വലിയ ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ ഗാന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജോൺ പോൾ പുരവത്ത് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്ന് സഹോദരന്മാർ നമുക്ക് ഗാനങ്ങൾ ആലപിക്കും. അവർ ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയായി തീരണം. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ സഹോദരനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചോളൂ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ധ്യയ്ക്കായി വചനം ഉയർത്തുവാൻ സുവിശേഷം വിളംബരം ചെയ്യുവാൻ നൽകിയ ഈ സാഹചര്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വിശ്വാസ ഭവനത്തോട് ചേർന്ന് ഈ സ്ഥലത്ത് വെച്ച് അവിടുത്തെ വചനം ഇന്ന് രാത്രിയിൽ പ്രഘോഷിക്കപ്പെടുമ്പോൾ അവിടുത്തെ കൃപ ധാരാളമായി അങ്ങ് വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുന്ന അവിടുത്തെ ദാസന്മാരെ ഓർക്കുന്നു. വിവിധ നിലകളിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കൂട്ടുവരുത്തപ്പെട്ട ദൈവജനത്തിനായി സ്തോത്രം. ഈ ദേശവും ഇതിൻ്റെ സമീപ ഭവനങ്ങളും ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ധാരാളം ആവശ്യമാണ്. സ്വർഗത്തിൽ നിന്ന് അത് അനവധിയായി ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാ പ്രാർത്ഥനയും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പാപത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന് തെല്ലും ആശയില്ലാതെ വലഞ്ഞ് നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മെ സ്വർഗത്തിൻ്റെ മകുടമായിരുന്നവൻ, പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതൻ ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് നമ്മെ വീണ്ടെടുത്ത ആ കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മീയ ഗീതത്തിലെ 147 പാട്ട്, എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ എന്നുള്ള പാട്ട് ഇപ്പോൾ സഹോദരന്മാർ ചേർന്ന് പാടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തുതിക്ക നീ പരനെ, തന്നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന
ഇടയൻ തന്റെ ദേഹമെന്ന തിരശീല ചീന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചീന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളവേ സ്തുതിക്ക നീ പരനെ, തന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. പരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ പാപമെല്ലാം ചുമന്നു. പരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ പാപമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളവേ സ്തുതിക്ക നീ പരനെ, തന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. അടുത്ത പാട്ട് പാടുന്നതിന് മുൻപായിട്ട് സഹോദരി സഹോദരന്മാർ മുൻപോട്ട് കടന്ന് ഇരിക്കണം. ഇനി വരുന്നവർക്ക് പുറകിലിരിക്കാൻ സൗകര്യം അതായിരിക്കും. അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരും മുന്നോട്ട് കടന്നു വന്നിരിക്കണം. പാപരോഗത്താൽ വലഞ്ഞ നമ്മെ രോഗത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ നാം പാടി സ്തുതിക്കുകയായിരുന്നു. ഈ കർത്താവ് ആരാണ്? പാട്ടുകാരന് പ്രകാരമാണ് പറയുവാനായിട്ടിടയായിത്തീരുന്നത്. ഇത്ര മഹാനായി ഉത്തമനാകും ഒരുത്തനെ ഈ ഉലകിൽ കാണുമോ? ഉലക മഹാന്മാരുടെ മുൻപിലും തല താഴ്ത്താതെ നിലതെറ്റാതെ നിന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ ആരാണ്? അവൻ ഉന്നതനാണ്, മഹോന്നതനാണ്. ഇതുപോലൊരു വ്യക്തിയെ ലോകത്തിൽ കാണുവാനായിട്ടില്ല. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു, അവനാണ് ഉന്നതൻ, അവനാണ് മഹോന്നതൻ. എന്തോ ഒരു അത്ഭുത പുരുഷൻ. ആത്മീയ ഗീതത്തിലെ 312 പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. ഇത്ര മഹാനായുത്തമനാകുമൊരു തനെയുലകിൽ കാണുമോ? ഇത്ര മഹാനായുത്തമനാകുമൊരു തനെയുലകിൽ കാണുമോ? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. ഉന്നത ദൈവ നന്ദനനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളമൊരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളമൊരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. തലചായ്പാനായി സ്ഥലമില്ലാത്തോൻ ഉലകമഹാന്മാർ മുൻപിലും. തലചായ്പാനായി സ്ഥലമില്ലാത്തോൻ ഉലകമഹാന്മാർ മുൻപിലും. തല താഴ്ത്താതെ നില തെറ്റാതെ നലമോടു ജീവിച്ചൽഭുതം. തല താഴ്ത്താതെ നില തെറ്റാതെ തലമോടു ജീവിച്ചൽഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. മൃതിയെ വെന്നവനുയർത്തെഴുന്നേറ്റു ഇതിനെതിരാരിന്നോതിടും. മൃതിയെ വെന്നവനുയർത്തെഴുന്നേറ്റു ഇതിനെതിരാരിന്നോതിടും. ഹൃദിബോധം ലവമുള്ളോരെല്ലാം അടിപണിയും തൻ സന്നിധം. ഹൃദിബോധം ലവമുള്ളോരെല്ലാം അടിപണിയും തൻ സന്നിധൗ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനിസ്തുലം.
ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ, ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ, ജയ ജയ ഘോഷം തുടരുക ജനമേ, ജയം തരും നാഥനും സ്തോത്രമേ. ജയ ജയ ഘോഷം തുടരുക ജനമേ, ജയം തരും നാഥനു സ്തോത്രമേ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. ഇത്ര മഹാനായുത്തമനാകുമൊരു തനെയുലകിൽ കാണുമോ? ഇത്ര മഹാനായുത്തമനാകുമൊരു തനെയുലകിൽ കാണുമോ? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്തു വിശേഷതയുള്ളൂ? എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, ആയിരങ്ങളിൽ അതിസുന്ദരൻ. ശൂന്യകാരത്തി തൻ്റെ പ്രിയനെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും അതിസുന്ദരൻ. നമ്മുടെ കർത്താവ് പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഇതാ ആ മനുഷ്യൻ എന്ന് പറയത്തക്കവണ്ണം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമായി തീർന്നുവെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ പസ്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പ്രിയൻ അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്. ആ പ്രിയൻ എത്രയോ സൗന്ദര്യവാനാണ്. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനായിരിക്കുന്ന എൻ്റെ പ്രിയൻ. ശൂന്യകാരത്തി പറയുന്ന പോലെ എൻ്റെ പ്രിയൻ, അവൻ എന്ത് വിശേഷതയാണുള്ളത്? മറ്റു പ്രിയന്മാരെക്കാൾ അവൻ അതിസുന്ദരനാണ്. ആ സുന്ദരനായിരിക്കുന്ന കർത്താവിനെ പാട്ടുകാരൻ വർണ്ണിക്കുകയാണ്. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരുള്ളൂ? എൻ്റെ പ്രിയനെ പോലെ, എൻ്റെ കർത്താവിനെ പോലെ സുന്ദരനായിട്ട് ആരാണുള്ളത്? അവനെ പാട്ടുകാരൻ വർണ്ണിക്കുക പോലെ എൻ പ്രിയനെ പോൽ സുന്ദരനായിട്ട് ആരുമില്ല. അവൻ സർവാംഗ സുന്ദരനാണ്. അവൻ്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട്, അവൻ്റെ തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ ആ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് നമുക്ക് അവനെ പാടി സ്തുതിക്കാം. 322 പാട്ട്, ആത്മീയ ഗീതത്തിൽ 322 പാട്ട്. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല. സുന്ദരനായിട്ടുള്ള മറ്റാരും കാണാനില്ല. നമ്മുടെ സുന്ദരൻ, നമ്മുടെ കർത്താവ് അതിസുന്ദരൻ. അവനെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാം, വാഴ്ത്താം. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനുവേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ.
സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനാം മനുവേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം പേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം പേടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാപ്പകൽ, പ്രിയരോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാപ്പകൽ, പ്രിയരോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനാം മനുവേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടി എന്നെ മാടി വീഴ്ച. ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടി എന്നെ മാടി വീഴ്ച. സുന്ദരനാം മനുവേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. സുന്ദരനാം മനുവേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാം മനുവേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ വാക്കുകളാണ്. അവൻ ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. അല്ലയോ മകനെ, മകളെ, വരിക, ഞാൻ നിന്നെ വിളിക്കുന്നു. യേശു ക്രിസ്തു നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മെ രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്. പാപത്തിൻ്റെ അഗാധത്തിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ അവൻ പ്രാപ്തനാണ്. അവൻ സന്തോഷവാനാണ്. ആ സന്തോഷവാനായിരിക്കുന്ന ദൈവവും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കാതുകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ്. ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? അവൻ്റെ പദാന്തിക അടുത്ത് വന്ന് അവനോട് പാപങ്ങളെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചാൽ
അവൻ നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ്, അവൻ സന്തോഷവാനാണ്. അടുത്ത ഗാനം നമുക്ക് ശ്രവിക്കാം. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ. ആത്മീയഗീതത്തിലെ 1127 പാട്ട്. യേശു നിന്നെ വിളിക്കുന്നു, വരുവിൻ. യേശു നിന്നെ വിളിക്കുകയാണ്, വരുവിൻ. നമുക്ക് ഒരുമിച്ച് പാടാം, യേശുവിൻ്റെ അടുക്കലേക്ക് വരാം. അവൻ നമ്മെ സഹായിക്കും. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടും. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഭൂതലവാസം കണ്ണുനീരിൽ ഭാരത്തോടെ നീ കഴിക്കുകയോ? ഭൂതലവാസം കണ്ണുനീരിൽ ഭാരത്തോടെ നീ കഴിക്കുകയോ? വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുകേ. വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകരെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകരെ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാനത്തിൻ കീഴെ ഭൂമി മീതെ വാനവനേശു നാമമെന്നേ. വാനത്തിൻ കീഴെ ഭൂമി മീതെ വാനവനേശു നാമമെന്നേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു.
സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഇതുവരെയും നാം പാട്ട് കേട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് പാടാം. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന അതേ സമയം തന്നെ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ മുന്നോട്ട് കടന്നു വന്ന് ഇരുന്ന് ഈ മുൻവശത്തെ കസേരകളൊന്ന് ഫില്ലാക്കണം. വരുന്നവർക്ക് പുറകിൽ ഇരിക്കാനുള്ള അവസരം നന്നായി ലഭിക്കും. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ പ്രത്യാശിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ആ സമയം അല്പം മുന്നോട്ട് കടന്നിരുന്നാൽ നമ്മുടെ ഈ മുന്നിൽ ഇങ്ങനെ ഒഴിഞ്ഞ കസേരകൾ കിടക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് മുന്നോട്ട് കടന്നു വന്നിരിക്കുകയും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. നമ്മുടെ കർത്താവ് അവൻ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രകളെ തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അവനെ നമുക്ക് പാടി സ്തുതിക്കാം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. ആ പാട്ട് ആത്മീയ ഗീതത്തിൽ 637 പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്താകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്താകയാ. ഇനി തെല്ലും ഭയം എന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു,
വിശ്വാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തില. ഇനി വിണ്ണിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളിൽ ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ രാത്രിയിൽ വലുവനായിരിക്കുന്ന ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ കർത്താവ് പിന്നെയും നമുക്ക് ആയുസ്സ് തന്നു, അവസരം തന്നു, കൃപ തന്നു. എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് ശേഷമാണ് നാം പിന്നെയും ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനായിട്ടിടയാകുന്നു. കോവിഡ് കാലത്തിന് തൊട്ട് മുമ്പ് ഇവിടെ ഈ നിലയിലൊരു സുവിശേഷ യോഗം നടത്തുവാനായിട്ട് ദൈവം ബലപ്പെടുത്തിയത് എല്ലാ നന്ദിയോടും അതോടൊപ്പം തന്നെ സന്തോഷത്തോടെ ഓർക്കുന്നു. മഹാമാരിയായ കോവിഡ് നമ്മളെ വിട്ട് കടന്നു പോകാനായിട്ടിടയായി. ദൈവം നമ്മളെ പിന്നെയും ഈ ലോകത്തിൽ, ഈ ദേശത്ത് ശേഷിപ്പിക്കാനായിട്ടിടയായി ഇരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെപ്പോലുള്ള എത്രയോ പേരാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനായിട്ടിടയായത്. ഈ പുലർച്ചെ കണ്ട പലരും ഈ രാത്രിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ മറയുവാനായിട്ടിടയായിത്തീർന്ന ലോകത്തിലാണ് ഇന്ന് പകലിൽ നാം ജീവിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം നമ്മളെ സഹായിച്ചു. ഈ രാത്രിയിലേക്ക് ഇത്രയും ക്ഷേമത്തോടെ പ്രവേശിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തി. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ യോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ ഈ നിലയിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. പ്രിയപ്പെട്ടവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പായി ശുശ്രൂഷയുടെ സൗകര്യത്തിനായിട്ട് ചില സഹോദരന്മാർ ഈ സ്റ്റേജിലേക്ക് വന്നിരിക്കണം എന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കിഴക്കമ്പലത്തുനിന്ന് കടന്നു വന്നിട്ടുള്ള വർഗീസ് സഹോദരൻ, വർഗീസ് ജോർജ്, ഈ സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് കടന്നു വന്നിരിക്കണം. കൂടാതെ എഴുപനയിൽ താമസിച്ച് കത്രിവേല ചെയ്യുന്ന സഹോദരൻ വർഗീസ്, ഈ സഹോദരനും കടന്നു വന്ന് ഈ സ്റ്റേജിലേക്ക് ഇരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന നാം അറിയുന്ന പോലെ കർത്താവിൻ്റെ വിലദാസൻ BP പൗലോസോരനാണ്. അനേക വർഷങ്ങൾ മണ്ണൂരിൻ്റെ മണ്ണിൽ താമസിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ച് കർത്താവിനെ സേവിക്കാനായിട്ടിടയായിത്തീർന്ന കർത്തദാസൻ ഇന്ന് രാത്രികാലം നമ്മളോട് ദൈവത്തിനെ ശുശ്രൂഷിക്കുകയാണ്. പ്രിയപ്പെട്ടവൻ ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കണം എന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ആ നല്ല മനോഭാവത്തോടുകൂടി നമുക്ക് ദൈവസന്നിധാനത്തിൽ തുടർന്നിരിക്കാം. ഇപ്പോൾ ഞാൻ പേര് പറയുന്ന സഹോദരന്മാർ മുന്നോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. ആദ്യം എഴുപനയിൽ താമസിച്ച് കത്രിവേല ചെയ്യുന്ന സഹോദരൻ വർഗീസ്
പ്രാർത്ഥിക്കും. അതിനെ തുടർന്ന് കിഴക്കമ്പലം സഭയിൽ കടന്നു വന്നിട്ടുള്ള കഥാസൻ വർഗീസ് ജോർജ് പ്രിയപ്പെട്ടവൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് കഥാവിന് വിലയദാസൻ VP പൗലോസോഹരൻ നമുക്ക് ആവശ്യമായ സന്ദേശം തരും. പ്രിയ സഹോദരങ്ങളെ, ദൈവനാമത്തിൽ ശുശ്രൂഷിക്കായി ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി പറയുകയാണ്. യോഗം കഴിയുമ്പോൾ നമ്മൾക്ക് സന്ദർശിക്കാനായിട്ട് ഒരു പുസ്തകശാല ഇതിൻ്റെ പിറകിൽ ഒരുക്കിയിട്ടുണ്ട്. ദേവദാസന്മാരായ ഭക്തർ എഴുതിയിട്ടുള്ള നല്ല നല്ല പുസ്തകങ്ങൾ, പല നിലവാരത്തിലുള്ള ബൈബിളുകൾ എല്ലാം അവിടെ ലഭ്യമാണ്. യോഗം കഴിഞ്ഞിട്ട് ആ പുസ്തകശാല സന്ദർശിച്ചിട്ട് പോകണം. ഇന്ന് പോകാൻ കഴിയാത്തവർ നാളെയെങ്കിലും ഒരുങ്ങി വന്ന് സന്ദർശിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അവിടെ ഇവിടെയായി നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളും ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് കടന്നു വന്നിരുന്ന് സഹകരിക്കണമെന്നുള്ള കാര്യവും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രിയ സഹോദരന്മാരെ ശുശ്രൂഷയ്ക്കായി ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മണ്ണൂർ നടക്കുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനും ദൈവം അനുവദിച്ചു തന്ന അവസരത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ ദീർഘമായ 17 വർഷങ്ങൾ ഈ സ്ഥലത്ത് താമസിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നിർവഹിക്കുവാൻ ഇളയവനായ എനിക്ക് ദൈവം കുടുംബമായ അവസരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനിപ്പോഴൊന്ന് താമസം മാറിയിട്ട് 10 വർഷമായെങ്കിലും പല സ്ഥലങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ മണ്ണൂർ ദേശത്ത് നിന്ന് വന്നു എന്ന നിലയിലാണ് ആളുകൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത്. ഈ ദേശവും മണ്ണൂരുള്ള ദൈവസഭയും എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. ഈ സ്ഥലം സഭ ക്രമീകരിച്ച ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ എനിക്കും സഭ അവസരം നൽകി എന്നുള്ളത് എല്ലാ നന്ദിയോടും വിനയത്തോടും കൂടെ ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കത്തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഈ വാക്യം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായൊരു വാക്യമാണ്. സാധാരണ പല സാഹചര്യങ്ങളിലും ഈ വാക്യം ഞാൻ ദൈവവചന ശുശ്രൂഷയിൽ ഉദ്ധരിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്ന് രാത്രിയിൽ ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില ആത്മീക സത്യങ്ങളാണ് ഞാൻ ഈ സന്ദേശത്തിൽ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഒരു പ്രാദേശിക സഭയുടെ മഹത്വവും ആ സഭയ്ക്ക് കൊടുക്കുന്നൊരു മുന്നറിയിപ്പും ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അവിടെ ഞാൻ പ്രാരംഭമായി ചില വാക്കുകൾ ആ ബന്ധത്തിൽ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കൊരിന്തിലുള്ള സഭയ്ക്ക് ദൈവത്തിൻ്റെ ദാസൻ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ആ ദേശത്ത് സുവിശേഷവുമായിട്ട് ആദ്യം ചെന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ ദാസൻ ആ സഭയ്ക്ക് എഴുതുമ്പോൾ അവർ കേട്ട സുവിശേഷത്താൽ
എത്ര മഹത്വപൂർണമായൊരു അനുഭവത്തിലേക്ക് അവർ ഉയർത്തപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് ഈ വാക്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാൻ ആ വാക്യത്തിൻ്റെ വാക്കുകളുടെ വിശദീകരണം പിന്നീട് ഈ സന്ദേശത്തിൽ പറയുമെങ്കിലും ഇവിടെ അവർക്ക് എഴുതുമ്പോൾ അവരെ ഓർപ്പിക്കുന്നതായ കാര്യം, നിങ്ങൾ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചവരായ ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, ഒരു സ്ഥലം സഭ അതിൽ തന്നെ എത്രയോ മഹത്തരമായ ഒരു ദൈവിക സ്ഥാപനമായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ആ വാക്കുകളുടെ ഒരു വിശദീകരണത്തിനു വേണ്ടി ഈ ലേഖനത്തിലെ പല വാക്യങ്ങളും ചിന്തിക്കാമെങ്കിലും അതിൽ ഒരു വാക്യം കൂടി ഒന്ന് ചേർത്ത് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ഈ ലേഖനം എഴുതി തുടക്കുമ്പോൾ താൻ ആർക്ക് ലേഖനം എഴുതുന്നുവോ അവരെക്കുറിച്ച് അതിമനോഹരമായൊരു പരാമർശം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമായിരിക്കും, എങ്കിലും ഒന്ന് വായിച്ച് പോകാം. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. അപ്പോൾ അവിടെ ആ ലേഖനം എഴുതി തുടങ്ങുമ്പോൾ ആർക്ക് എഴുതുകയാണെന്നുള്ളത് വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലൊക്കെ ഒരു സന്ദേശം എൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് വിചാരിക്കുകയാണ്. ഈ കൊരിന്ത് പട്ടണം പാപത്തിൽ മുങ്ങിക്കുളിച്ച് കിടന്ന ഒരു പട്ടണമാണ് എന്ന് പറയാം. പക്ഷേ അവിടെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ അവരിൽ ചിലർ സുവിശേഷത്തോട് അനുസരണം കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ, സുവിശേഷത്തിന്റെ വിളി കേട്ട് അനുസരണം കാണിച്ച ആളുകൾ എത്രയോ ഉന്നതമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ആ പ്രയോഗം എത്ര മനോഹരമാണ്. വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ യോഗം മണ്ണൂർ സഭയുടെ ചുമതലയുള്ള യോഗമാണല്ലോ. അതുകൊണ്ട് ഞാനൊരു ഉദാഹരണത്തിന് ഇങ്ങനെ ഓർപ്പിക്കട്ടെ. സുവിശേഷത്താൽ ചില ആളുകൾ ദൈവകൃപയിലേക്ക് വരാൻ ഇടയായിട്ട് തീർന്നപ്പോൾ ഈ സഭയെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയും ആ പദവിയും എത്രയോ വ്യക്തമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സഭയിലുള്ള ആളുകൾ അവർ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. മറ്റൊരു വാക്യം ഞാൻ അങ്ങ് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലന്റെ സുവിശേഷ പര്യടനത്തിൽ ലുദ്ദ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന കാര്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ഒരു മനോഹരമായ പ്രയോഗമുണ്ട്. ആ പ്രയോഗം സഭാംഗങ്ങളായ നമുക്ക് ദൈവം നൽകുന്ന ഒരു വലിയ സന്ദേശമായിട്ടാണ് ഇരിക്കുന്നത്. പത്രോസ് എല്ലായിടത്തും സഞ്ചരിക്കുകയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. പ്രിയപ്പെട്ടവരെ, പല സഭയിൽ നിന്ന് വന്ന ആളുകൾ ഈ കൂട്ടത്തിൽ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സുവിശേഷത്താൽ ചില പ്രിയപ്പെട്ടവരെ രക്ഷിച്ച് ഒരു ദേശത്ത് ഒരു സഭ രൂപീകരിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അവരെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യം അവരാ ദേശത്ത് പാർക്കുന്ന വിശുദ്ധന്മാരാണ്. കർത്താവിൻ്റെ സഭ എത്ര മഹത്തരമായിട്ടുള്ളതായൊരു സ്ഥാപനമാണ്. നമ്മുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ യോഗത്തിൽ പ്രാരംഭ വാക്കുകൾ ദൈവമക്കൾക്ക് ഒരു സന്ദേശം പറയണമെന്നുള്ള പ്രേരണയാണ് ദൈവാത്മാവ് എനിക്ക് തന്നത്. അതുകൊണ്ട് സുവിശേഷത്താൽ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം പാപത്തിൽ
പാപത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങളെ സുവിശേഷത്താൽ സ്വർഗത്തിലെ ദൈവം ശുദ്ധീകരിച്ച് നീതീകരിച്ച് വിളിച്ച് വേർതിരിച്ച് വിശുദ്ധന്മാരുടെ ഒരു കൂട്ടമാക്കി നിർത്തുന്നു എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. സഭ എത്ര മനോഹരമായിട്ടുള്ള, എത്ര മഹത്വപൂർണമായിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഞാൻ ഇന്ന് പകൽ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയണമെന്ന് ഒരു അതിശക്തമായ നിർബന്ധമുണ്ടായി എന്നുള്ളത് കൊണ്ട് അത് ഓർപ്പിക്കുക. ഈ സഭയ്ക്ക് രണ്ടാമതൊരു ലേഖനം എഴുതുന്നുണ്ട്. രണ്ടാം ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചില വാക്യങ്ങളൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോകാം സമയം ലാഭിക്കാനായിട്ട്. 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വിവാഹ നിശ്ചയ വേദികളിലൊക്കെ നമ്മൾ ധാരാളം കേട്ട് പരിചയിച്ചിട്ടുള്ളതായൊരു വാക്യമാണത്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ആ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസൻ എഴുതുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. 2 ദിവസമായിട്ട് ഈ വാക്യം എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൊരിന്തിലുള്ള സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസന്റെ ഹൃദയത്തിലുള്ള ആ വലിയ മഹത്വം ആ വാക്കുകളിൽ വെളിപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീരുകയല്ലേ. നമ്മുടെ കർത്താവ് ലോകചരിത്രത്തിൽ വെളിപ്പെട്ടതായ ഏക പുരുഷനാണ്. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതല്ല എൻ്റെ പ്രസംഗ വിഷയം എന്നുള്ളത് കൊണ്ട് ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും എനിക്ക് ആ പ്രയോഗത്തിൽ നിൽക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് 2 വാചകങ്ങൾ പറയാനായിട്ട് ആഗ്രഹമുണ്ട്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ കർത്താവിനെ പോലെ ജനിച്ച, നമ്മുടെ കർത്താവിനെ പോലെ ജീവിച്ച വേറെ രണ്ടാമതൊരാളത്വത്തെ കാണുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ സാധാരണ പാടാറുണ്ടല്ലോ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല. നമ്മുടെ കർത്താവ് എത്രയോ ഉന്നതനാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. അപ്പോൾ സുവിശേഷത്താൽ ദൈവം ചില ആളുകളെ വിളിച്ച് ഈ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ആ കൂട്ടം എന്തൊരു പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ക്രിസ്തു എന്ന ആ ഏക പുരുഷന്റെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്ന മനോഹരമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, ഒരു പ്രാദേശിക സഭ അതിൽ തന്നെ എത്രയോ മഹത്വപൂർണമാണ് എന്നുള്ളതായ ആ വലിയ സത്യം എല്ലാ വിനയത്തോടും കൂടെ ഇന്ന് രാത്രി ഉൾക്കൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ യോഗത്തിന് വന്നുള്ള ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മെ കർത്താവ് സുവിശേഷത്താൽ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധന്മാരാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളത് എന്തോ ഒരു വലിയ പദവിയാണ്. കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളാക്കി നമ്മെ തീർത്തു എന്നുള്ളത് നമുക്ക് വളരെ നന്ദിയോടെ ഓർക്കാം. എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ഓർക്കുമല്ലോ, നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ കർത്താവ് കണ്ട് ഈ കൃപയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ ലളിതമായിട്ട് മനസ്സിലാക്കുക. ഞാനൊരു ഉപദേശിയുടെ മകനായിട്ട് ജനിച്ചു വളർന്നയാളാണ്. കുന്നക്കുട്ടി ഐരാപുരം ഭാഗത്ത് ആണ് ഞങ്ങൾ കുടുംബമായിട്ട് അന്ന് പാർത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ പിതാവ് ഈ വഴിയിലായതുകൊണ്ട് ഞാനും കൃപയാൽ ഈ വഴിയിൽ എത്തിച്ചേർന്നു എന്നുള്ളത് പലപ്പോഴും ഓർത്ത് സന്തോഷിക്കാറുണ്ട്, ദൈവത്തെ സ്തുതിക്കാറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ പിതാവ് വഴിയിലായതുകൊണ്ട് ഞാൻ എത്തിയെന്ന് മാനുഷികമായിട്ട് ചിലപ്പോൾ എനിക്കും തോന്നാം, എന്നെ കാണുന്ന ആളുകൾക്കും തോന്നാം. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർ എഴുതുന്നത്, ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ കർത്താവ് കണ്ട് ഈ വലിയ പദവിക്ക് വേണ്ടി ഒരുക്കിയിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തുന്നതായ സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ പ്രാരംഭമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, സ്വർഗത്തിലെ ദൈവം നമ്മെ എത്രയോ ഉന്നതമായ ആത്മീക പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാ വിനയത്തോടും കൂടി ഓർത്ത്
ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കൃപയിലേക്ക് ഇന്ന് രാത്രി ചിലരെയും കൂടി വിളിക്കാനായിട്ടാണല്ലോ നാം ഈ യോഗത്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളായിട്ട് തീരാൻ സാധിക്കുക എന്നുള്ളത് എത്രയോ മഹത്തരമായൊരു കാര്യമാണ്. ഈ സുവിശേഷത്താൽ സാധിക്കുന്ന അനുഗ്രഹീതമായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഇനി ഞാനൊരു മുന്നറിയിപ്പ് കൂടി പ്രാരംഭമായിട്ട് ഇവിടുന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ കൊരിന്ത്യർ ലേഖനത്തിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, ഈ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ അവർ സൂക്ഷിക്കേണ്ട വിശുദ്ധി സൂക്ഷിക്കുന്നതിൽ വളരെ പരാജയപ്പെട്ടൊരു കൂട്ടമായിട്ടാണ് നാം കാണുന്നത്. ഈ പുതിയ നിയമത്തിലെ പല സഭകളുടെ ചിത്രം നമുക്ക് തിരുവെഴുത്തിൽ കിട്ടുന്നുണ്ട്. ഇതിൽ ജീവിതപരമായി തോറ്റ സഭ ഏതാണ് എന്ന് ചോദിച്ചാൽ, വേദപുസ്തകം അറിയാവുന്ന മിക്കവാറും പേര് പറയുന്ന കാര്യം കൊരിന്തിലെ സഭയാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ ഈ യോഗത്തിൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി നമുക്ക് ഈ പദവി കിട്ടിയ ആളുകൾ സൂക്ഷിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനതിൽ വാക്യങ്ങൾ വായിക്കാതെ 1-2 അധ്യായങ്ങൾ പരാമർശിക്കാം എന്ന് കരുതുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ, ഈ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ നടുവിൽ വളരെ ഗുരുതരമായ ഒരു പാപം ദൈവത്തിൻ്റെ ദാസൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പാപം എന്താണ് എന്നുള്ളത് വേദപുസ്തകം നല്ല പരിചയമുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാൽ അത്ര പരിചയം ഇല്ലാത്തവരും ചിലരൊക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ആ 5-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ ഞാൻ ആ വാക്യം അങ്ങ് പറയും, എഴുതപ്പെട്ട തിരുവെഴുത്തല്ലേ. അപ്പോൾ അവിടെ നാം വായിക്കുന്നത്, അവരുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്നുള്ളത് ദൈവദാസനെ വളരെ വേദനിപ്പിക്കുകയാണ്. ആ വാക്കിൽ പറയാനായിട്ട് ഒരു ചെറിയ ജാള്യത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, എഴുതപ്പെട്ട വചനമല്ലേ. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോലെ. അതിന് വ്യാഖ്യാനവും വിശദീകരണവും ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു മുന്നറിയിപ്പ് പറയുകയാണ്. ഈ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്ന ആളുകളുടെ നടുവിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള പാപത്തിലേക്ക് അവർ വഴുതിപ്പോകുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുക. ഇന്ന് രാത്രി യോഗത്തിന് വന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം ഓർപ്പിക്കുക. നമ്മൾ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമാണ്. പക്ഷേ ഏതു പാപത്തിലും വീണു പോകുവാൻ സാധ്യതയുള്ളതായ ഒരു സാധാരണ ജഡത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഓർത്ത് സൂക്ഷ്മതയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കണം. അവിടെ ഞാൻ ഒരു സത്യം ഓർപ്പിക്കുക. നമുക്കറിയാം, ഈ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവ് ഏർപ്പെടുത്തി കൊടുത്ത കർത്തൃമേശ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി കൃത്യമായും യോഗ്യമായിട്ടും അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ വിശുദ്ധരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. എൻ്റെ വിശദീകരണത്തിലേക്കും പോകുന്നില്ല. ഓരോരുത്തരും തന്നെത്താൻ ശോധന ചെയ്ത് തങ്ങളുടെ കുറവുകളെ കണ്ടെത്തി പാപമേറ്റു പറഞ്ഞുപേക്ഷിച്ച് വിശുദ്ധിയോടെയാണ് കർത്താവിൻ്റെ മേശ കർത്തൃ ദിവസത്തിൽ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീരുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ആ വിശുദ്ധിയിൽ തങ്ങളുടെ ജീവിതം തുടരാനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. ഈ കർത്തൃമേശ ഏർപ്പെടുത്തിയിട്ടുള്ളതായ സ്വർഗീയമായ ജ്ഞാനം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവർക്ക് അങ്ങനെ പോകാനുള്ളതായ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. വിശുദ്ധരായിട്ട് തന്നെ ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ദൈവസഭയുടെ മഹത്വം ഒരു വാക്ക് അവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്,
ഈ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ പാപം ചെയ്ത് പാപത്തിൽ തുടരുന്ന ഈ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്ത് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വന്ന് കർത്തൃമേശ എടുത്തോട്ടെ എന്നല്ല ദൈവം ആഗ്രഹിച്ചത്. പിന്നെയോ ആ അധ്യായത്തിൽ 3 വട്ടം ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്, അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കി കളയണം. ഞാൻ അവിടെ ഒരു സത്യം ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ സഭ വിശുദ്ധമായ സഭയാണ്. അതുകൊണ്ട് ഈ പാപത്തിൽ തുടരുന്ന വ്യക്തിക്ക് ഒരു ഉപദേശം കൊടുക്കണമെന്നോ മാനസാന്തരപ്പെടുത്തണമെന്നോ കൗൺസിലിംഗ് നടത്തണമെന്നോ ഒന്നും പറയാതെ അവനെ സഭയിൽ നിന്ന് പുറത്താക്കി സഭയെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ് ദൈവാത്മാവ് നിർദ്ദേശിക്കുന്നത്. ഒരു പ്രാദേശിക സഭ എത്ര മഹത്തരമാണ്. ഞാൻ വിശദീകരണം കൂടാതെ പറയട്ടെ, ഇവിടെ ഒരു വാചകം ചേർത്ത് പറയട്ടെ. ഒരു പ്രാദേശിക സഭ ദൈവത്തിന്റെ വിവക്ഷയിൽ എത്രയോ മഹത്വപൂർണമായ സ്ഥാപനമാണ്. എല്ലാ പാപവും ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് കൂടി പാട്ടും പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് പോകുന്നൊരു കൂട്ടമല്ല ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മൂല്യത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ സഭ ഈ തലമുറയിൽ, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത ഏറ്റവും സമാഗതമായിരിക്കുന്ന ഈ തലമുറയിൽ വിശുദ്ധന്മാരുടെ കൂട്ടം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും കൃത്യമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ഈ വാക്യത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ മധ്യ വളരെ പ്രബലമായിരുന്ന ചില സാമ്പത്തിക പാപങ്ങൾ എടുത്ത് പറയുകയാണ്. ആ സാമ്പത്തിക പാപങ്ങൾ എത്രയോ ഗൗരവതരമായിരുന്നു. അവരുടെ സാക്ഷ്യത്തെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചു. അതെല്ലാം ഞാൻ ഈ പ്രസംഗത്തിൽ വിശദീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു മുന്നറിയിപ്പ് പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് എത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സാമ്പത്തികമായ പാപങ്ങൾ വളരെ പ്രതികൂലമായ സാഹചര്യത്തിലേക്കും സാക്ഷ്യക്കുറവിലേക്കും നയിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു മുന്നറിയിപ്പ് പറയുകയാണ്. ദൈവമക്കളായി നാം വിശുദ്ധരായിട്ട് ജീവിക്കുമ്പോൾ ഈ 2 മേഖല വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചോളണം, വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചോളണം. അതുകൊണ്ട് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഞാൻ വാക്യം വായിക്കുന്നില്ല, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ശക്തമായൊരു മുന്നറിയിപ്പ് കുടുംബ മേഖലയിൽ നൽകുന്നുണ്ട്. 4-ാം വാക്യം നമ്മൾ കല്യാണക്കുറിയിലൊക്കെ അടിക്കുന്ന ഒരു വാക്യമാണ്, വിവാഹം എല്ലാവർക്കും മാന്യം. അപ്പൊ കുടുംബജീവിതത്തിന്റെ മഹത്വം അവിടെ പറയുക. പക്ഷെ അടുത്ത വാക്കുകളിൽ നമ്മളങ്ങനെ കല്യാണക്കുറിയിൽ അടിക്കാറില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ആഴമായി കുറിച്ചിടേണ്ടുന്നതായൊരു വാക്യമാണത്. അടുത്ത വാചകത്തിൽ പറയുന്നത് കിടക്ക നിർമ്മലമായിരിക്കട്ടെ, കിടക്ക നിർമ്മലമായിരിക്കട്ടെ. എന്നിട്ട് അടുത്ത വാചകം പറയുന്നത് ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എത്ര ഗൗരവതരമായിട്ടാണ് കുടുംബ സാഹചര്യത്തിൽ ഈ മുന്നറിയിപ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന നമ്മളെല്ലാവരും ഓർത്തോളണം, കുടുംബത്തെ തകർക്കാൻ പിശാച് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നൊരു മേഖലയാണ് ധാർമ്മിക മേഖലയിൽ നമ്മെ വീഴ്ത്താനായിട്ട് അവൻ ആവോളം ശ്രമിക്കുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ മുന്നറിയിപ്പ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയേ, എന്തോ ഒരു ധാർമ്മിക തകർച്ചയാണ് വ്യാപകമായിട്ടും കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സഭ അതിൻ്റെ മൂല്യം സൂക്ഷിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മളിവിടെ ഏറെ സൂക്ഷ്മതയോടുകൂടി മുൻപോട്ട് പോകാനുള്ളതായ ആവശ്യകതയുണ്ട്. ഞാൻ ഈ കാര്യം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓർത്തു, ഞാൻ ബാല്യത്തിൽ കുന്നക്കുടി സഭയിലാണല്ലോ എൻ്റെ ബാല്യകാലം കഴിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ പിതാക്കന്മാരും ഒക്കെ ഈ വക കാര്യങ്ങളിൽ സൂക്ഷിച്ചിരുന്നതായ മനോഹരമായിട്ടുള്ള ചില മാതൃകകളും നിയമങ്ങളും ഉണ്ടായിരുന്നു. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ളതായൊരു കാര്യമാണ്. ഇതൊക്കെ വാക്യങ്ങൾ വായിച്ച് വിശദീകരിക്കാമെങ്കിലും
അതിലേക്ക് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്ന അല്പം പ്രായമുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ സഭകളിലൊന്നും അങ്ങനെ ഉൾപ്പെട്ട ആളുകൾ കൂത്താട്ടമോ സിനിമ മുതലായ കാര്യങ്ങളോ ഒന്നും കാണാൻ പാടില്ല എന്നുള്ളതായൊരു നിയമമാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. അത് എന്നെ ബാല്യത്തിൽ വളരെ ആകർഷിച്ചിട്ടുള്ളതായൊരു കാര്യമാണ്. അതിന്ന് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ വഴിയിൽ തെറ്റാതിരിക്കാനായിട്ട് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, അശുദ്ധമായ കാഴ്ചകൾ വലിയ പാപത്തിലേക്ക് നയിക്കുന്നതിനുള്ളതായ സാധ്യതയുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. യെഹെസ്കേൽ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു. വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. എങ്കിലും ഞാൻ അവിടെ നിന്നൊരു ശക്തമായ മുന്നറിയിപ്പ് പറയുകയാണ്. പ്രവാചകൻ പാപത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുകയാണ്, കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു. എന്നാ കണ്ടത് നിങ്ങൾക്കറിയാമോ? വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇപ്പൊ ഞാനത് പറയാം. ചുവരിൽ വരച്ചിരിക്കുന്ന ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത പുരുഷന്മാരുടെ ചിത്രങ്ങളെയാണ് അവൾ കണ്ടത്. ഈ ചിത്രങ്ങളുടെ സ്വാധീനത എന്ന് പറയുന്നത് എത്രയോ അധികമാണ്. നല്ല ചിത്രങ്ങൾക്ക് നല്ല സ്വാധീനത ഉണ്ടാകും, തെറ്റായ ചിത്രങ്ങൾക്ക് ദുസ്വാധീനത ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ പിതാക്കന്മാർ അതൊക്കെ മുമ്പിൽ കണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി പാപത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കത്തക്കവണ്ണം ഈ നിബന്ധനകളൊക്കെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതായിരുന്നു നല്ല കാലം നമുക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ആ നല്ല കാലത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സഭ എത്രയോ ശ്രേഷ്ഠമായ ഒന്നാണ്. ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത് ചുവരിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ മോഹത്തിലേക്ക് നയിക്കുമെങ്കിൽ അശ്ലീല ചിത്രങ്ങളും ചലച്ചിത്രങ്ങളും ഒക്കെ എത്രയോ അപകടകാരിയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരായ നമുക്ക് ഈ വലിയ സൂക്ഷ്മതയുടെ മൂല്യം എല്ലാ അർത്ഥത്തിലും സൂക്ഷിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ രണ്ടാമത്തെ കാര്യോട് ഞാൻ പറഞ്ഞ് വേഗം മുമ്പോട്ട് പോകട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പിന്നെ പറയുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തത് ആയിരിക്കട്ടെ. പ്രായോഗികമാക്കാൻ പറ്റുമെങ്കിൽ അടുത്ത വാചകം നിങ്ങളെ വിജയകരമായി ജീവിക്കത്തക്കവണ്ണം സഹായിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്ത ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് എത്രയോ കുടുംബങ്ങൾ വല്ലാത്ത സാമ്പത്തിക കുരുക്കിൽ അകപ്പെട്ട് തകർന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മെ അശുദ്ധപ്പെടുത്തേണ്ടതിനു വേണ്ടി പിശാച് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതായ ഈ മേഖലയിൽ സൂക്ഷ്മതയോടെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും ധാർമ്മിക മേഖലയിലും അതുപോലെ സാമ്പത്തിക മേഖലയിലും വലിയ തകർച്ച കൊരിന്ത് സഭയ്ക്ക് ഉള്ളിൽ സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇതെല്ലാം വിശദീകരിച്ചിട്ട് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർക്ക് ഈ വെളിച്ചത്തിലേക്ക് വരാൻ സാധിച്ച 1-ാം നാളിലേക്ക് അവരോട് സുവിശേഷം പറഞ്ഞ ദൈവത്തിന്റെ ദാസൻ അവരെ കൊണ്ടുവരികയാണ്. ഇതിലൊരു സന്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ പാപത്തിന്റെ കുത്തൊഴുക്കിൽ അകപ്പെടാതെ വണ്ണം നമുക്ക് ദൈവം തന്നിട്ടുള്ളതായ വിശുദ്ധിയെ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കണം എന്ന് വരികിൽ നമുക്ക് നമ്മുടെ പൂർവകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും നമുക്ക് ലഭിച്ച 1-ാം നാളിലെ ശുദ്ധീകരണത്തെ കുറിച്ചുള്ള അവബോധത്തിലേക്ക് എത്തിച്ചേരാനുമുള്ളതായ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു നിർദ്ദേശം പറഞ്ഞ് ദൈവമക്കളുള്ള സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ പൂർവകാലത്തിലേക്ക്
തിരിഞ്ഞു നോക്കാം. പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 പത്രോസ് 1:9 നമ്മൾ വായിക്കുന്നത് പോലെ അവിടെ ഒരു കൂട്ടം വിശ്വാസികൾ അവരുടെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മൾ ഒരു ദിവസം പോലും ദൈവം നമുക്ക് തന്നതായ ആ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കരുത്. അതെല്ലാ ദിവസവും ഓർത്ത് സൂക്ഷ്മതയോടെ ജീവിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ അശുദ്ധിയുടെ തകർച്ചയിലേക്ക് വഴുതിപ്പോയതായ ഈ സഭയെ ഈ ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ ദാസൻ അവർക്ക് ആദ്യം ലഭിച്ച ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യ ശുദ്ധീകരണത്തിൻ്റെ മഹത്വം. അപ്പോൾ രക്ഷിക്കപ്പെട്ട നമുക്ക് ലഭിച്ച ആദ്യ ശുദ്ധീകരണത്തിൻ്റെ മഹത്വം ഓർക്കാം. ഇതുവരെ രക്ഷിക്കപ്പെടാനും കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായി തീരാനും സാധിക്കാത്തവർക്ക് ഈ ശുദ്ധീകരണത്തിലേക്ക് ഇന്ന് രാത്രിയിൽ വരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം പറയാം എന്ന് കരുതുകയാണ്. ആർക്കൊക്കെ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കുവാനായിട്ട് സാധിക്കും? 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലെ 9-10 വാക്യങ്ങൾ, 11-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 9-10 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പാപങ്ങളുടെ ഒരു ദീർഘമായ ലിസ്റ്റുണ്ട്. ഞാൻ സൗകര്യത്തിനടങ്ങ് പറയാമെന്ന് വിചാരിക്കുകയാണ്. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുവരിക. അപ്പോ ഇവിടെ പൂർവകാലത്തിലേക്ക് ദൈവത്തിന്റെ ദാസൻ വിരൽ ചൂണ്ടുകയാണ്. 10 കൂട്ടം പാപങ്ങളുടെ ലിസ്റ്റ് അവിടെ എഴുതുകയാണ്. അടുത്തൊരു വാചകമുണ്ട്, അത് നമ്മൾ ആദ്യം വായിച്ചായിരുന്നു. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൊരിന്തിലുള്ള വിശ്വാസികൾ എത്രത്തോളം പാപത്തിൽ അധപ്പതച്ച് ജീവിച്ച ആളുകളായിരുന്നു എന്നുള്ളത് ഈ ലിസ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. സാധാരണ പാപത്തിനൊരു പര്യായപദം പോലെയാണ് കൊരിന്ത് എന്നുള്ളതായ നാമം ഉപയോഗിക്കാറ്. അത്രത്തോളം പാപത്തിലുള്ളതായ താഴ്ച അവർക്ക് സംഭവിച്ചിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ആർക്കൊക്കെ ഈ ശുദ്ധീകരണം കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവര് എല്ലാ പാപങ്ങളിലും തന്നെ മുഴുകി ജീവിച്ചവരായ ആളുകളായിരുന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിന്റെ മഹത്വം ഇവിടെ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സുവിശേഷം നല്ലവരായ ആളുകൾക്കുള്ള സന്ദേശമല്ല, പിന്നെയോ ഏതു പാപിക്കും ശുദ്ധീകരണം പ്രാപിക്കത്തക്കവണ്ണം അവനെ ഒരുക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ഇവിടെ ഈ ലിസ്റ്റ് ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറൊരു ലിസ്റ്റ് വന്നു കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ 8 പാപങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്ര. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലിസ്റ്റിലുള്ള പല കാര്യങ്ങളും ആ ലിസ്റ്റിൽ ഉണ്ട്. എന്നിട്ട് അവിടെ പറയുന്നത് ഈ പാപത്തിന്റെ എല്ലാം ശിക്ഷയായിട്ട് നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതായ ഗൗരവതരമായ സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുക. ഞാൻ ഇന്ന് രാത്രിയിൽ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, ഏതു പാപിക്കും സുവിശേഷത്താൽ ശുദ്ധീകരണമുണ്ട്. പാപം എന്തോരം ഭയങ്കരമാണ്. ഈ ലിസ്റ്റിലുള്ള പല പാപങ്ങളും ഒരാൾ ചെയ്താൽ, പിടിക്കപ്പെട്ടാൽ അതിൻ്റെ എല്ലാ ശിക്ഷയും ഇവിടെ വെച്ച് അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് ഞാൻ പ്രത്യേകിച്ച് പറയാനായിട്ട് ആവശ്യമില്ല.
ഇവിടെ നിയമവ്യവസ്ഥകളൊക്കെ വളരെ ബലഹീനമാണെങ്കിലും അതൊക്കെ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കപ്പെടാനിടയായിട്ട് തീർന്നാൽ ഈ വഴിയിലൊക്കെ പോകുന്ന ആളുകൾക്ക് വെളിച്ചം കണ്ട് ജീവിക്കാനായിട്ട് പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിന് ശിക്ഷയുണ്ട്. ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിൽ ഞാൻ ഗൗരവമായിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശുദ്ധ വേദപുസ്തകം ഈ സത്യം എത്രയോ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കും. നമ്മുടെ കർത്താവ് രക്ഷിതാവായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. നമുക്ക് ആ വാക്യം നന്നായിട്ട് അറിയാമല്ലോ. സർവ്വജനത്തിനുണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇത് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ കർത്താവിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാല് നമ്മുടെ കർത്താവ് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഏറെ വിശദമായി പറഞ്ഞത് നരകത്തെ കുറിച്ചാണ്, പാപത്തിന്റെ ശിക്ഷയെ കുറിച്ചാണ്. എന്താണ് അതിന്റെ കാരണം? രക്ഷിതാവായി വന്ന കർത്താവ് പാപം എത്ര ഗൗരവമാണെന്നുള്ളതും ആ പാപത്തിന്റെ ശിക്ഷ എത്രയോ ഭയാനകമാണെന്നുള്ളതും വ്യക്തമാക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പാപം ഭയാനകമാണ്. ആ പാപത്തിന് ശിക്ഷ ഭയാനകമാണ്. ഇവിടെയും പാപത്തിന് ശിക്ഷയുണ്ട്. ആത്യന്തികമായ ശിക്ഷ നിത്യമായ നരകത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ദൈവത്തിന്റെ വചനം എത്രയോ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കും. ഈ കൊരിന്ത്യരുടെ നടുവിലേക്ക് പൗലോസ് അപ്പോസ്തലന്റെ നേതൃത്വത്തിൽ ദൈവദാസന്മാർ ചെന്ന് അവിടെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതാണ് നമ്മൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് സന്തോഷത്തോടെ 2 വാക്കിലൂടെ ഓർപ്പിക്കട്ടെ. സുവിശേഷം പാപിയായി നിത്യനരകത്തിലേക്ക് പോകുന്നൊരു മനുഷ്യനെ അവിടെ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർക്കുന്നതായ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്ന് ചേർത്ത് ഓർപ്പിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞു, ഞാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു. താഴെ പറഞ്ഞ വാക്കുകൾ ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് നാം പിന്നീടുള്ള സഭാചരിത്രം ശ്രദ്ധിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ആ താക്കോൽ ഉപയോഗിച്ച് സുവിശേഷത്തിന്റെ സന്ദേശം പ്രഘോഷിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമുക്കവരുടെ കൃത്യമായ കണക്കറിയാം. അവരിൽ 3000 പേർ കർത്താവിന് രക്ഷകനും കർത്താവുമായി കൈക്കൊണ്ടു. 3000-ഓളം പേർ അവര് സ്നാനപ്പെട്ട് സുവിശേഷത്തിന്റെ സത്യത്തോട് അനുസരണം കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നു. 3000 പേരാണ് ആ ഒരു പ്രസംഗത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൊർന്നല്യോസിന്റെ വീട്ടിൽ എല്ലാവരും തടിച്ചുകൂടിയിരിക്കണം. എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ നല്ലൊരു കൂട്ടം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടെ പത്രോസ് 2ാമത് ആ താക്കോല് ഉപയോഗിക്കുകയാണ്. അതുവരെ ഇത് യഹൂദന്മാർക്ക് മാത്രമുള്ളതാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ പത്രോസ് പ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും പെട്ടവരായി തന്നെ ഭയപ്പെടുന്നവരെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞാണ് കൊർന്നല്യോസിന്റെ വീട്ടിലെ പ്രസംഗം തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ആ പ്രസംഗം എടുത്തു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് മുഖപക്ഷമില്ല, സുവിശേഷത്തിന് ജാതി വ്യത്യാസമില്ല. സകല മനുഷ്യർക്കും ഈ സുവിശേഷത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അവൻ സകല മനുഷ്യൻ രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ എത്ര കൊടിയ പാപിയെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ സുവിശേഷം വിശ്വസിച്ച് സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് ഇന്ന് രാത്രിയിൽ പ്രവേശിക്കാം. ഈ പെന്തക്കോസ്ത് നാളിൽ സുവിശേഷം കേട്ട ആളുകൾ ഗുരുതരമായ പാപത്തിലാകപ്പെട്ട യഹൂദന്മാരായിരുന്നു. അവർ ഗുരുതരമായ പാപത്തിലാകപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. പത്രോസ് അവരോട് പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പിൽ നിന്ന ആളുകളായിരുന്നു തന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. കൊർന്നല്യോസ് എന്തോ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നയാളായിരുന്നു. അവിടെ ഒരു വലിയ സത്യമുണ്ട് കേട്ടോ. നിങ്ങൾ ഒത്തിരി പാപവഴിയിൽ നിന്നും പോയ ആളുകളല്ല എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് വേദപുസ്തകം പറയുന്നില്ല.
പിന്നെയോ ഈ സുവിശേഷത്താൽ മാത്രമേ ഏതു വ്യക്തിക്കും പാപത്തിന്റെ മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ വിലയേറിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഈ 10 കൂട്ടം പാപങ്ങളുടെ ലിസ്റ്റൊക്കെ വായിച്ചപ്പോൾ ഞങ്ങളൊന്നും നീതിപ്പെട്ട ആളുകളല്ലല്ലോ എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട ആളുകളാണ്. സുവിശേഷത്താൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാകുവാൻ ഇടയായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷത്താൽ നിങ്ങൾക്ക് പാപമോചനം പ്രാപിച്ച് സ്വർഗാവകാശികളായി ഈ യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനായിട്ട് സാധിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഇവർ ശുദ്ധീകരണം പ്രാപിച്ചത്? എൻ്റെ മുഴുവൻ വിശദീകരണം ഇവിടെ ഇല്ലെങ്കിലും എൻ്റെ കാതലായ കാര്യം അവിടെ എടുത്ത് പറയുന്നുണ്ട്. ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കൊരിന്ത്യർ സുവിശേഷവുമായിട്ട് ദൈവദാസന്മാർ ചെല്ലുമ്പോൾ ഈ നാമത്തെയാണ് അവിടെ പ്രസംഗിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ നാമത്തെയാണ് അവിടെ ഉയർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് പ്രസംഗിക്കാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ മർക്കോസ് സുവിശേഷത്തിൽ പോയി പ്രസംഗിക്കണം, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള കൽപ്പനയെ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ കർത്താവ് ആ പോയി പ്രസംഗിക്കണം, സാക്ഷ്യവഹിക്കണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രസംഗിക്കണം എന്നുള്ളതായ കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാനതങ്ങ് എടുത്തു പറയുക മാത്രം ചെയ്യാം എന്ന് വിചാരിക്കുക. ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ച കാര്യം പ്രസംഗിക്കണം. ഈ മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ അയക്കുമ്പോൾ ഓർപ്പിക്കുകയാണ്, ഈ മരണം കണ്ടവരാണ് അവർ. എന്നിട്ട് അവരോട് പറയുകയാണ്, ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ച കാര്യം പ്രസംഗിക്കണം. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലെ 31-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തുടങ്ങിയ ഒരു വിഷയം പറയുന്നുണ്ട്. ആ വിഷയം തന്നെ മരണമായിരുന്നു. 33 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മരണത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു എന്നുള്ളത് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട്, അന്ന് പഠിപ്പിച്ചു തുടങ്ങിയ വിഷയമാണ് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിലെ ഏറ്റവും അധികം പഠിപ്പിക്കപ്പെടുന്നത്. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ആ മരണത്തെക്കുറിച്ചാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ചു എന്നുള്ളതാണ്. ഈ മരണം കണ്ടവരാണ് ഈ നിയോഗം ഏറ്റെടുത്ത ആളുകൾ. പക്ഷെ എന്തിനാ അവരോട് കർത്താവ് ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ചു എന്നുള്ളതായ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞത്? അവരിൽ പലരും ഈ മരണം കണ്ടവരല്ലേ. പക്ഷെ അവിടെ ഒരു വലിയ കാതലായ സത്യമുണ്ട്. ഒരു പാപമില്ലാതെ ജനിച്ചവൻ, വിശുദ്ധ പ്രജയായിട്ട് ജനിച്ചവൻ, പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ച പരിശുദ്ധനായ ദൈവപുത്രൻ പാപത്തിൻ്റെ ശിക്ഷയാകുന്ന കഷ്ടങ്ങളിലൂടെയാണ് ഈ മരണം അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അതുകൊണ്ട് സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം ക്രിസ്തു മരിച്ചു എന്നുള്ളതാണ്. പൗലോസ് ശ്ലീഹയുടെ പ്രസംഗ വിഷയം നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ടല്ലോ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും ആ ക്രൂശിനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തിക്കാണിക്കുകയാണ്. ആ മരണം എന്നുള്ളത് നമ്മോടുള്ള സ്നേഹത്തിന്റെ വലിയ പ്രദർശനമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദാസൻ അങ്ങനെയല്ലേ രേഖപ്പെടുത്തുന്നത്? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ പാപികളും ദോഷികളുമായ നമ്മോടുള്ള സ്നേഹം സ്വർഗത്തിലെ ദൈവം അവിടെ പ്രദർശിപ്പിക്കുകയായിരുന്നു. ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ നിത്യമായ നരകത്തിൽ അനുഭവിക്കേണ്ട യാതന നമ്മുടെ കർത്താവ് ചില നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ മരണം പ്രായശ്ചിത്തമായ മരണമാണ്. എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവ് പാപപരിഹാരമായി പ്രായശ്ചിത്തമായിട്ട് തീരുകയായിരുന്നു. തിമോഥെയോസ് ലേഖനത്തിൽ ആ കാര്യം വിശദീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ അത് എടുത്തു പറയുന്നുണ്ട്. ദൈവം ഒരുവനാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനാണ്. ആരാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ,
നമ്മുടെ കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രസംഗിക്കുവാൻ ഏൽപ്പിച്ച വിഷയം ഈ രാത്രിയിലും ആവർത്തിക്കുകയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ഇത് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി മറുവിലയായി നമ്മുടെ കർത്താവ് മരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. രണ്ടാമത്തെ പ്രസംഗ വിഷയം ഇവിടെ നമ്മൾ പാടാനിടയായിട്ട് തീർന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് പ്രസംഗിക്കാനായിട്ട് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ രണ്ടാമത്തെ വിഷയമാക്കി കൊടുത്തിരുന്നത് നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം അതാണ്, ഉയർത്തെഴുന്നേൽപ്പ്. വേദപുസ്തകത്തിലെ എത്രയോ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം അവിടെ നിന്ന് എടുത്തു പറയട്ടെ. നമ്മുടെ കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ മരണം പ്രായശ്ചിത്ത മരണമാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ആര് തന്നിൽ വിശ്വസിക്കുവാൻ ഇടയായിട്ട് തീരുമോ അവരുടെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടും എന്നുള്ളത് ആ ഉയർത്തെഴുന്നേൽപ്പ് വ്യക്തമാക്കി. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ ഓർപ്പിക്കുന്നുണ്ട്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രസംഗം വ്യർത്ഥമല്ല, നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, നമ്മൾ നമ്മുടെ പാപങ്ങളിലല്ല ഇരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു തരുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ലോകത്തിന്റെ ചരിത്രത്തിൽ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ഏകപുരുഷൻ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് വരാൻ സാധിച്ചാൽ ഈ കൃപ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പ്രസംഗ വിഷയമായിട്ട് നാം അവിടെ കാണുന്നത് അവന്റെ നാമത്തിൽ മാനസാന്തരപ്പെടണം, അവന്റെ നാമത്തിൽ മാനസാന്തരപ്പെടണം. നമുക്കറിയാം, മാനസാന്തരം പ്രവാചകന്മാരൊക്കെ പ്രസംഗിച്ചതായ വിഷയമാണ്. നമ്മുടെ കർത്താവ് ആ വിഷയം പ്രസംഗിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നുള്ളതായ വാക്യം ഈ പണ്ടൊക്കെ മൈക്കൊക്കെ വെച്ച് കെട്ടിയിട്ട് ആദ്യം എത്രയോ വട്ടം ഈ വാക്യം വിളിച്ചു പറഞ്ഞ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. നമ്മുടെ കർത്താവ് പ്രസംഗിച്ച വിഷയമാണ് മാനസാന്തരം, പ്രസംഗിക്കുവാൻ ഏൽപ്പിച്ച വിഷയമാണ് മാനസാന്തരം. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിങ്ങൾ പോകുന്ന യാത്ര പാപത്തിന്റെ വഴിയിലാണ്, ഈ യാത്ര നിത്യമായ നരകത്തിലേക്കാണ്. അത് മനസ്സിലാക്കുകയും ഞാൻ തെറ്റായ വഴിയിൽ പോകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയാനുള്ളതാണ് സുവിശേഷം. അതുകൊണ്ട് ഇന്ന് രാത്രി വരെയും നിങ്ങൾക്ക് പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് വരിക. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തോട് അനുസരണം കാണിക്കുവാനായിട്ട് സാധിക്കട്ടെ. മണ്ണൂർ ദേശത്ത് എത്രയോ നാളുകളായി സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു, മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഇതുവരെയും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ സാധിച്ചിട്ടില്ല എന്ന് വരികിൽ ഇന്ന് രാത്രി ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ അവസരം ആയിക്കൂടായികയില്ല. മരണമൊക്കെ എത്രയോ സാധാരണ പോലെ നമ്മൾ കാണുകയാണ്. എത്രയോ പേരാണ് ഇന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് ഭൂചലനത്തിലും മറ്റുമൊക്കെ മാറ്റപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ. അതുകൊണ്ട് ഇതുവരെയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വരികിൽ ഈ രാത്രിയിൽ അത് സാധിക്കട്ടെ. നാലാമത്തെ കാര്യം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്, മാനസാന്തരപ്പെടുന്നവർക്ക് പാപത്തിന് മോചനമുണ്ട്. എനിക്കത് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ കർത്താവ് എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു തന്നു. ഈ ലിസ്റ്റിൽപ്പെട്ടതായ പാപങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് മാനസാന്തരപ്പെടാനും നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വന്ന് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനെ ഈ രാത്രിയിൽ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി വിശ്വാസത്താൽ കൈക്കൊള്ളാനും കഴിയും എന്ന് വരികിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും കർത്താവ് മോചിച്ച് തരും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ആ വാക്യം പറയുമ്പോൾ ചേർത്ത് 2 വാക്യം കൂടി പറയാറുണ്ട്. വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ആരാധനയാണ് അവിടെ കാണുന്നത്. അവിടെ അവർ പറയുന്നതായ കാര്യം, കർത്താവേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിലും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഞങ്ങളെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി. അവർ സ്വർഗത്തിൽ ചെന്ന് ആരാധിക്കുമ്പോഴും അവരോർക്കുകയാണ്, ഞങ്ങൾ ഇവിടെ വരേണ്ട ആളുകളല്ലായിരുന്നു, നിത്യമായ നരകത്തിൽ പോകേണ്ട ആളുകളായിരുന്നു. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് കൊണ്ട്, അങ്ങ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ട്, ആ നിർമ്മലമായ രക്തം ചൊരിയപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, ആ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് ഈ സ്വർഗാവകാശികളാക്കി എന്നുള്ളത് അവർ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മൾ ഞായറാഴ്ച ആരാധിക്കാൻ കൂടുമ്പോഴും അതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയമായിട്ട് ഇരിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ പാപങ്ങളും സ്വർഗം ക്ഷമിച്ചു തന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ സാധ്യതയിലാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സുവിശേഷം ഇന്ന് രാത്രിയിൽ നിങ്ങൾ കൈക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിച്ച് ഈ നാമത്തിൽ നാം വായിച്ച കുറിവാക്യത്തിൽ കണ്ടതുപോലെ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടി ഹ്രസ്വമായി പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. കൊരിന്ത്യർ എങ്ങനെ ഇത് അനുഭവമാക്കി എന്നുള്ളത് പ്രവൃത്തിയുള്ള പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 18-ാം അധ്യായത്തിൽ കൊരിന്ത്യയിലെ പ്രവർത്തനത്തിന്റെ ചരിത്രം നമുക്ക് ഉണ്ട്. ആധികാരികമായ ചരിത്രമാണ്. വിശദാംശങ്ങൾ അറിയാൻ നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ്. അതിൽ 8-ാമത്തെ വാക്യം മാത്രം നമുക്ക് തൽക്കാലം വായിക്കാം. 18-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു. ഇവിടെ എന്ത് മനോഹരമായിട്ടാണ് ആ സത്യം അവിടെ രേഖപ്പെടുത്തുന്നത്. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് വചനം കേട്ടു. പിന്നെ അവിടെ ചേർത്ത് പറയുകയാണ്, സുവിശേഷം അവർ പ്രസംഗിക്കുന്നത് കേട്ടു. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനം പറയുകയാണ്. കാരണം യേശുക്രിസ്തു ലോകത്തിൽ വന്ന കാര്യവും യേശുക്രിസ്തു മരിച്ച കാര്യവും ഉയർത്തെഴുന്നേറ്റ കാര്യവും അവിടെ പ്രസ്താവിക്കുമ്പോൾ, മാനസാന്തരത്തിന് സന്ദേശം നൽകുമ്പോൾ കർത്താവ് കൊടുത്ത ഈ വിലയേറിയ വചനം പറയുകയാണ്. കർത്താവ് അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു, ഇതിന് നിങ്ങൾ സാക്ഷികളാണ്, ഇതാണ് നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവര് ആ വചനം കേട്ടു. കൊരിന്ത്യരിൽ ഒരാള് എങ്ങനെ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് അവിടെ പറയുകയാണ്. വചനം കേട്ടു, വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവർ അനുസരിക്കേണ്ടതായ സ്നാനവും ആ ക്രിസ്പോസ് അനുസരിച്ചു എന്നുള്ളതായ കാര്യം വളരെ കൃത്യമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ വചനം വ്യക്തിപരമായിട്ട് വിശ്വാസത്താൽ കൈക്കൊള്ളാനായിട്ട് കഴിയും എങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇരുവാഴത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. സന്ധിമജ്ജകളെ തുളച്ച് ചെല്ലുന്നതാണ്. നിങ്ങളെ ജീവിപ്പിക്കുവാൻ മതിയായതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വചനം ഇന്ന് രാത്രിയിൽ വിശ്വാസത്താൽ കൈക്കൊള്ളാൻ കഴിയും എന്ന് വരിക നിങ്ങൾക്ക് ഈ വലിയ അനുഗ്രഹത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള ധാരാളം ദൈവകൃപ നൽകട്ടെ. കൊരിന്ത്യരിൽ അനേകർ വിശ്വസിച്ചു. അവരെ സുവിശേഷത്തിന്റെ വിളി കേട്ടു. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അവർ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു.
അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വാസത്താൽ ഇത് കൈക്കൊള്ളാനായിട്ട് സാധിച്ചാൽ നിങ്ങൾക്ക് ആ സഭയുടെ അംഗങ്ങളായിട്ട് തീരാനായിട്ട് കഴിയും. കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളായി നിങ്ങൾക്ക് തീരാനായിട്ട് കഴിയും. ഒരു സഭയുടെ അംഗങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി വരെയും യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ട് ഈ കൃപയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വരിക. ഇന്ന് രാത്രി ഈ കൃപയിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ. ഞാൻ ആ പറഞ്ഞ സന്ദേശത്തിൻ്റെ ഒരു കാതലായ കാര്യം കൊണ്ട് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ പാപങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് അവരുടെ ആദ്യ ശുദ്ധീകരണത്തെ ദൈവത്തിൻ്റെ ദാസൻ മനോഹരമായി അവരുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. അതെന്താ നമ്മോട് പറയുന്ന സന്ദേശം? നമ്മൾ ലഭിച്ച ആദ്യ ശുദ്ധീകരണത്തെ ഓർക്കുന്ന ഒരാൾ അതിൻ്റെ പ്രായോഗികതയിൽ ജീവിക്കുവാൻ ഒരുക്കപ്പെടും. ഞാൻ കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യം, 15-ാം അധ്യായം പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്നൊരു അധ്യായമാണ്. പക്ഷെ 34-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ. അടുത്ത വാചകം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പാപം ചെയ്യാതിരിപ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ നീതിക്ക് നിർമ്മതനായി ഉണർന്നാൽ ആ ഉണർന്നു എന്നുള്ളതിന്റെ ലക്ഷണം പാപം ചെയ്യാതെ ജീവിക്കും എന്നുള്ളതാണ്. അത് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. നീതിക്ക് നിർമ്മതരായി ഉണരുക എന്ന് പറഞ്ഞാൽ ഒരു പാപി യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വാസത്താൽ കൈക്കൊള്ളുമ്പോൾ ആ വ്യക്തിക്ക് ശുദ്ധീകരണവും നീതീകരണവും കിട്ടുകയാണ്. എന്താ നീതീകരണം എന്നുള്ള വിശദമായിട്ട് അറിയണമെങ്കിൽ റോമാലേഖനം നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കണം. അതിൻ്റെ ഒരു വാചകം ഞാൻ സംക്ഷിപ്തമായി പറയാം. പാപിയായൊരു മനുഷ്യൻ, നീതികെട്ടൊരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിന്റെ നീതി അവന്റെ മേൽ കണക്കിടും. എനിക്കിപ്പോഴത് പറയുമ്പോഴും ഭയങ്കര അതിശയമാണ്. കാരണം ബി പൗലോസ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിന്റെ നീതി എൻ്റെ പേരിൽ കണക്കിടുവാൻ ഇടയായിട്ട് തീരും. അപ്പൊ അങ്ങനെ ആ നീതിക്ക് നിർമ്മതനായി ഞാൻ ഉണർന്നാൽ അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിയോടെ ജീവിക്കത്തക്കവണ്ണം ഞാൻ ആ ഉണർവിൽ ആ ഉൾക്കാഴ്ചയിലേക്ക് വരാനിടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഓരോ ദിവസവും നമുക്ക് ലഭിച്ച വലിയ നീതീകരണത്തെ കുറിച്ച് ഓർക്കാം. നമുക്ക് ലഭിച്ച വലിയ ശുദ്ധീകരണത്തെ കുറിച്ച് ഓർക്കാം. കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതായി ശുദ്ധീകരണവും നീതീകരണവും എത്രയോ വലുതാണ്. നമുക്ക് ലഭിച്ച പാപക്ഷമ എത്രയോ വലുതാണ്. കർത്താവ് ഒരു ഉപമ പറഞ്ഞല്ലോ, 10,000 താലന്ത് ഒരുത്തിനെ ഇളച്ചു കിട്ടി. പക്ഷെ അവൻ പോകുന്ന വഴിയിൽ അവനൊരു കൂട്ടുദാസനെ കണ്ടു. അവൻ 100 വെള്ളിക്കാശ് കൊടുക്കാനുണ്ട്. 1 താലന്തിൻ്റെ ഒരു ചെറിയ അംശമേ അവനൊരു ആ കൂട്ടുദാസന് കടപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അവനോട് ക്ഷമിക്കാൻ അവന് മനസ്സുണ്ടായില്ല. അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി എന്ന് നമ്മൾ വായിക്കാം. ഈ യജമാനൻ കേട്ടപ്പോൾ യജമാനന് വിഷമം. ഞാൻ ഈ 10,000 താലന്ത് അവൻ ഇളച്ചു കൊടുത്തതാണല്ലോ എന്നുള്ളത് അവൻ മറന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ ഈ 3 വാക്കുകളൊന്ന് എടുത്തു പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച ശുദ്ധീകരണം എത്രയോ മഹത്തരമാണ്. നമുക്ക് ലഭിച്ച നീതീകരണം എത്രയോ മഹത്തരമാണ്. നമുക്ക് ലഭിച്ച പാപമോചനം എത്രയോ മഹത്തരമാണ്. ഇതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. കൊരിന്ത്യരിൽ തോറ്റപ്പോൾ ആ തോൽവിയിൽ നിന്നും അവരെ ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ദാസൻ അവരുടെ പൂർവകാലത്തിൽ സുവിശേഷത്താൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, നമുക്കും 1-ാം നാളിൽ ലഭിച്ചതായ ഈ വലിയ അനുഗ്രഹത്തിന്റെ മഹത്വവും വലിപ്പവും കാണുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. അത് കാണുന്നവരാണെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ. ഈ കൃപയിലേക്ക് വരാതെ നിത്യനരകത്തിലേക്ക് പോകുന്ന ചിലരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവത്തനായ ക്രിസ്തുവിനെ വ്യക്തിപരമായ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ട് ആ ക്രിസ്പോസും കുടുംബവും ചെയ്തതുപോലെ ഈ ക്രിസ്തുവിനെ
രക്ഷിതാവും കർത്താവുമായിട്ട് വിശ്വാസത്താൽ സ്വീകരിച്ച് നിത്യമായ നരകശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായിട്ട് തീരുവാൻ, ഈ ഭൂമിയിൽ ഈ മഹത്വമുള്ള സഭയുടെ അംഗങ്ങളായിട്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കേൾവിക്കാരെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഉപസംഹരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. പോകുവിൻ, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിനെന്നുള്ള കർത്താവിൻ്റെ ആജ്ഞ ഇന്ന് രാത്രിയിലും ഈ സ്ഥലത്തും നിവർത്തിക്കുവാനായിട്ട് ദൈവം തന്ന തൻ്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായ സന്ദേശം കർത്താവിൻ്റെ വിലയേറിയ ദാസനിലൂടെ നമ്മളിലേക്ക് ദൈവം കൈമാറാനായിട്ടിടയായി. എത്ര പാപത്തിൻ്റെ അഴുക്കുചാലിൽ മുന്നേറുന്നവരാണെങ്കിലും ശുദ്ധീകരണം പ്രാപിക്കാം, ദൈവസഭയുടെ അംഗമായി തീരാം, ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരാം. പണം മുടക്കില്ല, ഒന്നും ചെയ്യാനായിട്ട് ആവശ്യമില്ല, എല്ലാം നിവർത്തിച്ചിരിക്കുക. ക്രൂശിൽ ഒടുവിൽ കേൾക്കുന്ന ശബ്ദം അതാണല്ലോ, നിവൃത്തിയായി. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ചെയ്യേണ്ടത് എല്ലാം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുക. ആ ദൈവം വിളിക്കുന്നു പാപമോചനം നൽകാൻ, ആത്മരക്ഷ ദാനമായി നൽകാൻ. ഇന്ന് രാത്രി ദൈവം വിളിക്കുക. വരാൻ പോകുന്ന നരകത്തിൽ നിന്ന് വിടുതൽ തരുവാൻ ദൈവം വിളിക്കുക. ആ വിളിക്ക് അനുസരണം ഇന്ന് രാത്രി കാണിക്കുമോ? പാപത്തെ ദൈവമാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഹൃദയത്തിന്റെ അകത്തളത്തിൽ സ്വീകരിച്ച് ദൈവവേദനായി തീരുമോ? എന്നാൽ വിശുദ്ധനായി വിശുദ്ധയായി ഈ പന്തലിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തം. ആ രക്തത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകട്ടെ. ആ കൃപ ലഭിച്ച ആളുകളും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണം. കൊരിന്ത്യർക്കുള്ള സന്ദേശം നമുക്കുള്ള സന്ദേശം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കേട്ട സന്ദേശത്തിന് മുമ്പാകെ ദൈവദിനമാവുന്ന കണ്ണാടി മുമ്പാകെ നമ്മൾ ഇരുന്നപ്പോൾ നമ്മളെ കണ്ടു. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം, വിനയപ്പെടുത്താം, ദൈവ കൃപയിൽ ചാരാം. വലുവിനായ ദൈവം അതിനായിട്ട് ബലപ്പെടുത്തട്ടെ. പ്രിയ കർത്തദാസനുള്ള നന്ദിയെ ദൈവനാമത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. നാളത്തെ ശുശ്രൂഷകളെ പറ്റി ചില വാക്കുകൾ പറയാനായിട്ട് ആവശ്യമുണ്ട്. ദൈവം മഹാദൈവവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനായിട്ട് സ്തോത്രം. ആ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യാരാത്രിയെങ്കിൽ എളിയവരായിരിക്കുന്ന അടിയങ്ങൾക്ക് ആ പാദപീഠത്തിങ്കൽ അടുത്തു വരുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച എല്ലാ സാവകാശത്തെ ഓർത്തും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. കാലാവസ്ഥയുടെ ആനുകൂല്യം ഞങ്ങൾക്ക് നൽകി ചൂടിൻ്റെ ആധിക്യമോ മഴയുടെ പ്രയാസമോ കൂടാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവാനായിട്ടിടയായി തീർന്നല്ലോ. സ്തോത്രം. കർത്താവെ, ഞങ്ങളിപ്പോൾ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴും അങ്ങ് കൂടെ ഇരുന്ന് സഹായിക്കുകയും കൃപയിൽ കരുതുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു പ്രഭാതം ഞങ്ങൾക്ക് അനുവദിക്കുന്നുവെങ്കിൽ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളത്തെ ശുശ്രൂഷകളെ ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാനായിട്ടിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ ആനുകൂല്യം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളും നന്നായി പ്രവർത്തിക്കുവാനായിട്ടും
അങ്ങടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്നവർത്തെ ദാസന്മാരെ ബൈബിൾ ക്ലാസ്സിലും വൈകുന്നേരത്തെ സുവിശേഷ യോഗത്തിലും വചനം സംസാരിക്കുന്നവർ ദാസന്മാർക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവരെ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മശക്തിയോടുകൂടി തന്നെ കൂട്ടിവരുത്തുകയും ഈ ദേശത്തിന് ആവശ്യമായ ദൈവവചനം പറയുവാനായിട്ടുള്ള എല്ലാ കൃപയും അവർക്ക് നൽകി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചാലും യാത്രയിൽ കൂടെ ഇരുന്നാലും എല്ലാ മഹത്വവും അങ്ങെടുത്താലും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി സ്വീകരിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.